ഹലോ ഡിസൈനേഴ്സ്, വെൽക്കം ബാക്ക് ടു uxuimania. ഒരു യൂസർ ഇൻ്റർഫേസ് ഡിസൈനർ എപ്പോഴും അദ്ദേഹത്തിൻ്റെ ഡിസൈനിലെ ക്വാളിറ്റി എങ്ങനെയാണ് വർദ്ധിപ്പിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അദ്ദേഹം ഉപയോഗിക്കുന്ന ഓരോ ഡിസൈൻ കോമ്പണൻസുകളും ഒരു ഇൻ്റർനാഷണൽ മാർക്കറ്റിന് അനുയോജ്യമാകുന്ന രീതിയിൽ ആ ഓരോ ഡിസൈൻ കോമ്പണൻസിനെയും മാറ്റിയെടുക്കുകയും അതിൻ്റെ ക്വാളിറ്റി വൈസ് മാറി നമ്മുടെ ഡിസൈൻ ക്വാളിറ്റിയിലേക്ക് വരുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ഇൻ്റർഫേസ് ഡിസൈൻ ക്വാളിറ്റി മാറി നല്ല ഒരു പ്രൊഫഷണൽ, ഒരു ഇൻ്റർനാഷണൽ ലെവലിലേക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തുകൊണ്ടത് പറഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം ഡിസൈൻ കോമ്പണൻസ് എന്താണ് എന്നുള്ളത് എല്ലാ ഡിസൈനേഴ്സും ആദ്യം തന്നെ മനസ്സിലാക്കിയിരിക്കണം. പ്രത്യേകിച്ചും ഗ്രാഫിക് ഡിസൈനിങ്ങിൽ നിന്നോ മറ്റ് ഫ്രഷറായിട്ട് വരുന്ന ആൾക്കാരൊക്കെ നിങ്ങളെല്ലാം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, നമ്മളൊരു യൂസർ ഇൻ്റർഫേസ് ഡിസൈൻ ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഒരു വെബ്സൈറ്റിലോ ഒരു മൊബൈൽ ആപ്ലിക്കേഷനിലോ ഒക്കെ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിൽ ഒരുപാട് ഡിസൈൻ കോമ്പണൻസ് യൂസ് ചെയ്തിട്ടുണ്ട്. അതായത് നിങ്ങൾക്കറിയാം, ചില സ്ഥലങ്ങളിൽ നമ്മൾ റേറ്റിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് സ്റ്റാറുകൾ ഇങ്ങനെ കൊടുത്തിരിക്കുന്നു. ആ സ്റ്റാറിൽ ഇങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ ചിലത് ആക്റ്റീവ് ആകുന്നു. അതുപോലെ തന്നെ ചിലയിടത്ത് ഇങ്ങനെ പ്ലസും മൈനസൊക്കെ കൊടുത്തിട്ട് ഇങ്ങനെ എക്സ്പാൻഡും കൊളാപ്സും സ്റ്റൈലിൽ ഉപയോഗിക്കുന്ന ഒരു ഡിസൈൻ കോമ്പണൻറ്റ്, അതായത് അക്കോർഡിയൻ എന്ന് പറയും. അതുപോലെ തന്നെ കോഡ്സ്, അങ്ങനെ പല തരത്തിൽ ടാബുകൾ, ബട്ടൺസുകൾ, നമ്മൾ നിരന്തരമായിട്ട് നമ്മുടെ ഡിസൈനിൽ ഉപയോഗിക്കുന്ന കുറേ ഡിസൈൻ എലമെൻറ്റ്സുകൾ. ഓക്കെ, അപ്പോൾ ഓരോ ടെക്നിക്കൽ വാക്കുകളും, ഉദാഹരണത്തിന് നമ്മൾ ഒരു പേജിൽ നിന്നും മറ്റൊരു പേജിലേക്ക് പോകുമ്പോൾ ആ പേജിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി നമ്മൾ ഓരോ പേജുകളിലും നമ്മൾ അതിൻ്റെ ഓരോ ലിങ്കുകൾ കൊടുക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ടോപ്പ് സൈഡിലായിട്ട്. അപ്പോൾ അതൊരു തുടക്കക്കാരനെ സംബന്ധിച്ചിടത്തോളം അത് ചിലപ്പോൾ ശ്രദ്ധിക്കണമെന്നില്ല. അതിനെ ബ്രെഡ് ക്രംസ് എന്നാണ് പറയുന്നത്. ആ ബ്രെഡ് ക്രംസ് എന്ന് പറയുന്നത് ഒരു യൂസർ ആ ഒരു ഡിസൈനിലേക്ക്, ആ ഒരു വെബ്സൈറ്റിലേക്ക് എത്തിച്ചെന്നാൽ അദ്ദേഹത്തിന് ഈസി ആയിട്ട് ബാക്കിലേക്ക്, അദ്ദേഹം വന്ന പേജുകളിലേക്ക് റീഡയറക്റ്റ് ചെയ്യാൻ വേണ്ടി പെട്ടെന്ന് അദ്ദേഹത്തിന് ആവശ്യമുള്ള സമയത്ത് ബാക്കിലേക്ക് പോകാൻ വേണ്ടി ഈ ബ്രെഡ് ക്രംസ് എന്ന് പറയുന്ന ഈ ഒരു ഡിസൈൻ എലമെൻറ്റ് അഥവാ ഒരു ഡിസൈൻ കോമ്പണൻറ്റ് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഓരോ കോമ്പണൻസുകളും ഒരാൾ മനസ്സിലാക്കി തുടങ്ങുന്നു. ഒരു ഡിസൈൻ ചെയ്തു തുടങ്ങുമ്പോൾ ഒരു ഫ്രഷർ എന്ന നിലയിലും, അതിന് നേരത്തെ തന്നെ പറഞ്ഞതുപോലെ ഗ്രാഫിക് ഡിസൈനിങ് എന്നൊക്കെ വരുന്ന ആൾക്കാർ ഇത്തരത്തിലുള്ള ഓരോ ചെറിയ ഡിസൈൻ കോമ്പണൻസുകളെ ആദ്യം തന്നെ ശ്രദ്ധിച്ചു തുടങ്ങണം, മനസ്സിലാക്കി തുടങ്ങണം. അപ്പോൾ ഈ കോമ്പണൻസുകളൊക്കെ നമ്മുടെ ഡിസൈനിലേക്ക് കൊണ്ടുവന്നാൽ തന്നെ അതൊരു ഇൻ്റർനാഷണൽ ലെവൽ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ ആദ്യം തന്നെ നിങ്ങൾ ഓർത്തിരിക്കുക, ആദ്യം തന്നെ നിങ്ങൾ ഡിസൈൻ സിസ്റ്റം എന്ന് പറയുന്നൊരു വാക്ക് ആദ്യം തന്നെ മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ ഡിസൈൻ സിസ്റ്റം എന്താണെന്ന് ഇൻ കേസ് അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ, വാട്ട് ഈസ് ഡിസൈൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് നോക്കി കഴിഞ്ഞാൽ അത്യാവശ്യം കാര്യങ്ങൾ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ എന്തൊക്കെയായാലും ഡിസൈൻ സിസ്റ്റം എന്നുള്ളത് നമുക്ക് പെട്ടെന്ന് ഓട്ടിച്ചിട്ടൊന്ന് പറയാം. അതായത് ഇപ്പോൾ നിങ്ങളൊരു ഇൻ്റർനാഷണൽ കമ്പനിക്ക് വേണ്ടി നിങ്ങൾ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ, ആ കമ്പനിക്ക് അവരുടെ എല്ലാ ഡിസൈൻ എലമെൻറ്റ്സുകളും, അതായത് എല്ലാ ഡിസൈൻ കോമ്പണൻസുകളും അവർ ഓൾറെഡി തന്നെ ചെയ്ത് അത് പ്രീ ഡിഫൈൻഡ് ആയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഡിസൈൻ കോമ്പണൻസുകൾ അതേ സ്റ്റൈലിൽ, അതേ കളേഴ്സിൽ, അതേ കണക്ക് നമ്മൾ എല്ലാ ഡിസൈൻസുകളിലും അത് തന്നെ കൺസിസ്റ്റൻ്റ് ആയിട്ട് യൂസ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, അങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് യൂസ് ചെയ്യുമ്പോഴാണ് ആ ഒരു ബ്രാൻഡിൽ, ആ ഒരു കമ്പനിയുടെ വെബ്സൈറ്റ് അവരുടേതായിട്ടുള്ളൊരു യൂണിക് ഡിസൈൻ ആയിട്ട് മാറുന്നത്. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്ന ഡിസൈൻസുകളെ, ഓരോ കോമ്പണൻസുകളും നമ്മൾ പിന്നീട് എടുത്ത് ഉപയോഗിക്കുന്ന ഒരു ടെൻഡൻസിയാണ് നമ്മൾ ഡിസൈൻ സിസ്റ്റത്തിലൂടെ കണ്ടുവരുന്നത്. അപ്പോൾ ഈ ഡിസൈൻ സിസ്റ്റത്തിൽ എന്തുകൊണ്ട് ഇപ്പോൾ ഡിസൈൻ സിസ്റ്റത്തിൻ്റെ കാര്യം ഈ ഒരു കോമ്പണൻസുമായിട്ട് ബന്ധപ്പെട്ട ഈ ഒരു വീഡിയോയിൽ പറഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഉപയോഗിക്കുന്ന ഡിസൈൻ കോമ്പണൻസുകൾ ലോകത്തിൽ തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള ഓരോ കമ്പനികളിലും അവരുടെ ഡിസൈൻ സിസ്റ്റത്തിൽ യൂസ് ചെയ്തിരിക്കുന്ന രീതിയിൽ നമുക്കും കണ്ടു മനസ്സിലാക്കാനും, അവരുടെ ഒരു സ്റ്റൈലിങ് അവരെങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നു എന്നുള്ളത് കണ്ടു മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ, നമുക്കും നമ്മുടെ ഡിസൈൻസുകളിൽ ഇത്തരത്തിലുള്ള ഡിസൈൻ കോമ്പണൻസുകൾ ഉപയോഗിക്കുമ്പോൾ അത്തരത്തിലൊരു അവയർനെസ് വരും, അത്തരത്തിലൊരു സ്റ്റാൻഡേർഡ് വരും. ആ ഒരു സ്റ്റൈല് നമ്മുടെ ഡിസൈനെയും വളരെ മികച്ചതാക്കാനും വളരെ ഇൻ്റർനാഷണൽ ലെവലിലേക്ക് മാറ്റാനും സഹായിക്കും. ഓക്കെ, അപ്പോൾ എന്തൊക്കെയായിരുന്നാലും നമുക്കിവിടെ വന്ന് ഈ ഒരു വെബ്സൈറ്റാണ് നമ്മളിന്ന് പരിചയപ്പെടുന്നത് പ്രധാനമായിട്ടും. അതായത് component.gallery എന്ന് പറയുന്നൊരു വെബ്സൈറ്റാണ് നിങ്ങളെ ഇതിനു വേണ്ടി സഹായിക്കുന്നത്. ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് ടോപ്പിൽ കോമ്പണൻസ് എന്ന് പറയുന്ന ഒരു ലിങ്കിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതുപോലെ കോമ്പണൻസുകൾ ഇട്ടിരിക്കുന്ന ഒരു പേജിൽ പോകും. അതുപോലെ തന്നെ ഡിസൈൻ സിസ്റ്റം എന്ന് പറയുന്ന ഒരു പേജിലേക്ക് പോയാൽ ലോകത്തിലെ ഒരുപാട് ഫേമസ് ആയിട്ടുള്ള ഡിസൈൻ സിസ്റ്റംസുകൾ ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ പല മികച്ച കമ്പനികളുടെയും ഡിസൈൻ സിസ്റ്റംസുകൾ എപ്പോഴും ടൈം കിട്ടുമ്പോഴൊക്കെ തന്നെ ഒന്ന് റെഫർ ചെയ്യാൻ ശ്രമിക്കണം, പ്രത്യേകിച്ചും തുടക്കക്കാർ. കാരണം ഓരോ ആൾക്കാരും, ഓരോ കമ്പനികളും അവരുടെ ഡിസൈൻ സിസ്റ്റത്തിൽ എല്ലാ എലമെൻറ്റ്സുകളെയും എങ്ങനെയാണ് അവർ ഭംഗിയോടുകൂടി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ ആദ്യം തന്നെ ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും അതിനൊരു എക്സാമ്പിൾ സഹിതം പറയുമ്പോൾ, ഇപ്പോൾ ഒരു കോമ്പണൻസ് എന്ന് പറയുന്ന ഈ ഒരു ലിങ്കിലേക്ക് നിങ്ങൾ വന്നിട്ട്
ഇവിടെ നിങ്ങൾക്കൊരു അക്കോർഡിയൻ ഡിസൈൻ ചെയ്യണം എന്നിരിക്കട്ടെ. അതായത് അക്കോർഡിയൻ എന്ന് പറഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞു, നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് കൊളാപ്സ് ആവുകയും എക്സ്പാൻഡ് ആവുകയും ചെയ്യുന്ന ഒരു ഡിസൈൻ കോമ്പണൻറ്റ്. ഓക്കെ, അപ്പോൾ ഈ അക്കോർഡിയനിലേക്ക് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുകയാണ്. നിങ്ങൾ ചെയ്യുന്ന ഡിസൈനിലേക്ക് ഒരു അക്കോർഡിയൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ അക്കോർഡിയൻ എന്ന് പറയുന്ന കോമ്പണൻറ്റിലേക്ക് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെ ആദ്യം തന്നെ നമുക്ക് കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ തരും. അതിലുപരി ആ അക്കോർഡിയൻ യൂസ് ചെയ്ത കുറേ ഡിസൈൻ സിസ്റ്റംസ് താഴെയായിട്ട് നമുക്കായിട്ട് ഇങ്ങനെ തരും. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ 86 എക്സാമ്പിൾസ് അവർ തന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് പല ടൈപ്പ് ഓഫ് കമ്പനികളുടെ ഡിസൈൻ സിസ്റ്റത്തിൽ എങ്ങനെയാണ് ഈ അക്കോർഡിയൻ യൂസ് ചെയ്തത് എന്നാണ് അവർ പറയുന്നത്. അതിൽ ഒരുപാട് കമ്പനികളുടെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ഓരോ കമ്പനികളുടെ പേരാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ബ്ലാക്ക് പേപ്പർ, അതിൻ്റെ ആൻഡ് ഡിസൈൻ, ഓരോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമ്പനികളുടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്ന് നിങ്ങൾക്ക് കുറേ കമ്പനികളുടേത് നിങ്ങൾക്ക് റെഫർ ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഇതിൽ വന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ മറ്റൊരു പേജിലേക്ക് റീഡയറക്റ്റ് ചെയ്യും. ആ ഒരു പേജ് എങ്ങനെയാണ് ആ അക്കോർഡിയൻ ചെയ്തേക്കുന്നത് എന്നുള്ളത്, അതായത് ആ ഡിസൈൻ സിസ്റ്റം പ്രകാരം എങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നുള്ളത്, ആ ഒരു പേജിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എന്താണ് അക്കോർഡിയൻ എന്നുള്ളത് മനസ്സിലാക്കാം. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതാണ് അക്കോർഡിയൻ, ഇത് അക്കോർഡിയൻ്റെ ഒരു സ്റ്റൈലാണ്. ഇതേപോലെ തന്നെ ആ ഡിസൈൻ സിസ്റ്റം പ്രകാരം അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ള HTML കോഡ് ഉൾപ്പെടെ അവരിവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടുന്ന് കോഡ് നമുക്ക് കോപ്പി ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അവർ തരുന്നുണ്ട്. അപ്പോൾ ഈ കോഡ് കോപ്പി ചെയ്യുന്നു എന്നൊക്കെ ഉള്ളതിലൊക്കെ ഉപരി തന്നെ ഇവിടെ വന്നുകൊണ്ട് വ്യത്യസ്തമായ രീതിയിൽ ഇതിൽ കൂടുതൽ ടെക്സ്റ്റ് വന്നാൽ എങ്ങനെയാണ് അക്കോർഡിയൻ വരുന്നത്, കുറച്ച് ടെക്സ്റ്റ് വന്നാൽ എങ്ങനെയാണ്, ഇതിനകത്ത് ബുള്ളറ്റ് സ്റ്റൈൽ വന്നാൽ എങ്ങനെയാണ്, എന്നൊക്കെ പല തരത്തിലുള്ള സ്റ്റൈലുകൾ ഇവർ മേക്ക് ചെയ്തിരിക്കുന്നതായിട്ട് കാണാം. അപ്പോൾ ഈ ഒരു ഡിസൈൻ സിസ്റ്റത്തിൽ തന്നെ നിങ്ങൾക്ക് ഇതുപോലെ എല്ലാ ഡിസൈൻ കോമ്പണൻസുകളും, അതായത് ആ കമ്പനിയിൽ യൂസ് ചെയ്തിരിക്കുന്ന എല്ലാ ഡിസൈൻ കോമ്പണൻസും നിങ്ങൾക്ക് ഈ ലെഫ്റ്റ് സൈഡിൽ നിന്ന് നോക്കാം. അപ്പോൾ ബട്ടൺ എങ്ങനെയാണ് അവർ ചെയ്തിരിക്കുന്നത്, ബട്ടൺ ഗ്രൂപ്പ് എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്, അതിൻ്റെ ചെക്ക് ബോക്സ് എങ്ങനെയാണ്, റേഡിയോ ബട്ടൺ എങ്ങനെയാണ്, ഇതൊക്കെ തന്നെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലെഫ്റ്റിൽ നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിൽ ഒരു കമ്പനിയിൽ ഉപയോഗിച്ചിരിക്കുന്ന ഡിസൈൻ കോമ്പണൻസ് എല്ലാം നമുക്ക് വളരെ പരിചിതമായി മാറും. അപ്പോൾ ഇത്തരത്തിൽ ഒരു ഡിസൈൻ കോമ്പണൻറ്റ് നമുക്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു കമ്പനികളിലും മറ്റൊക്കെ യൂസ് ചെയ്തിരിക്കുന്ന ഒരു സ്റ്റൈല് നമുക്ക് വേണമെങ്കിൽ കണ്ട് ഇൻസ്പയർ ആകാനും അതുപോലെയുള്ള ഡിസൈൻ കോമ്പണൻസുകൾ നമുക്കും വ്യക്തിപരമായിട്ട് ക്രിയേറ്റ് ചെയ്യാനും ഒക്കെ സഹായിക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു സാധ്യത ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു പ്രൊഫഷണലായിട്ടുള്ള കമ്പനിയിൽ നിന്ന് കിട്ടുമ്പോൾ അതിനകത്ത് ഓട്ടോമാറ്റിക്കായിട്ട് അവർ പ്രൊഫഷണലായിട്ട് യൂസ് ചെയ്യേണ്ടുന്ന എല്ലാ മെത്തേഡ്സുകളും അവർ ഫോളോ ചെയ്തിരിക്കും. അപ്പോൾ നമുക്കും ആ ഒരു ഡിസൈൻ സ്റ്റൈൽ അറിയാതെ നമ്മുടെ കയ്യിലേക്ക് വരും. ഓക്കെ, അപ്പോൾ ഇതിപ്പം ബേസ് വെബ് എന്ന് പറയുന്ന ഒരു പേജിലേക്കാണ് പോയത്. അതുപോലെ നിങ്ങൾക്ക് മറ്റേതെങ്കിലും ഒരു കമ്പനിയുടെ ഒരു ഡിസൈൻ സിസ്റ്റത്തിലേക്ക് പോകണമെങ്കിൽ ഇവിടെ ഒരുപാടുണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്യാം, അത് ആ ഒരു പേജിലേക്ക് പോകും. അപ്പോൾ ഇതിൽ നിന്ന് ഒരുപാട് നോളജാണ് നമുക്ക് കിട്ടുന്നത്. പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഫ്രഷറായിട്ടുള്ളതോ അല്ലെങ്കിൽ പ്രത്യേകിച്ചും ഗ്രാഫിക് ഡിസൈനിങ്ങിലുള്ളവർ, കാര്യം ഗ്രാഫിക് ഡിസൈനിൽ നിൽക്കുന്ന ആൾക്കാർ ഇത്തരത്തിലുള്ള ഡിസൈൻ കോമ്പണൻസുകൾ ചിലപ്പോൾ അവർക്ക് ചെയ്ത് വലിയൊരു എക്സ്പീരിയൻസ് ഉണ്ടാകണമെന്നില്ല. അപ്പോൾ ഇതിൽ ഓരോ എലമെൻറ്റുകൾ ഒരു പ്രോജക്റ്റ് നമ്മൾ ചെയ്യുമ്പോൾ ഏതെങ്കിലും ടൈപ്പ് ഓഫ് ഒരു കോമ്പണൻറ്റ് നിങ്ങൾക്ക് വേണമെന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു സൈറ്റിൽ വന്ന് ഇവിടുന്ന് ഡയറക്റ്റായിട്ട് സെർച്ച് ചെയ്യാം. അപ്പോൾ ആ ഒരു കോമ്പണൻസ് കിട്ടും. ഇനി ആ ഒരു കോമ്പണൻറ്റിൻ്റെ പേര് നിങ്ങൾക്ക് അറിയില്ല എന്നിരിക്കട്ടെ. ഇപ്പോൾ പല ആൾക്കാർക്കും ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് ബ്രെഡ് ക്രംബ് എന്ന് പറഞ്ഞൊരു പേര് ചിലപ്പോൾ എല്ലാവർക്കും അറിയണമെന്നില്ല, അക്കോർഡിയൻ എന്ന് പറഞ്ഞൊരു പേര് എല്ലാവർക്കും അറിയണമെന്നില്ല. പക്ഷെ അവർ കണ്ടിട്ടുണ്ടായിരിക്കും, പല വെബ്സൈറ്റുകളിലും മറ്റുമൊക്കെ ഇങ്ങനെ പ്ലസും മൈനസൊക്കെ കൊടുത്ത് ചെയ്തിരിക്കുന്നത് കണ്ടിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അത്തരക്കാർക്ക് അത് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, അത്തരത്തിലുള്ള അതിൻ്റെ ഒരു എക്സാക്റ്റ് ആയിട്ട് നെയിം കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള ഡിസൈൻ സിസ്റ്റംസുകൾ നിങ്ങൾക്ക് അവിടെ ഹെൽപ്പാവും. ഇവിടെ വന്നുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ വന്നുള്ള ഓരോ കോമ്പണൻസുകളും നിങ്ങൾക്ക് ഇതുപോലുള്ള ഏതെങ്കിലും ഒരു ഡിസൈൻ സിസ്റ്റത്തിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഉപയോഗിച്ചിരിക്കുന്ന ഓരോ സ്റ്റൈലുകളും ലെഫ്റ്റ് സൈഡിൽ അതിൻ്റെ പേര് കൊടുത്തിരിക്കുന്നു, റൈറ്റ് സൈഡിൽ അത് അവരെങ്ങനെയാണ് ചെയ്തേക്കുന്നത് കാണിച്ചിരിക്കുന്നു. അങ്ങനെ ഓരോന്നും കണ്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവും നമുക്ക് എങ്ങനെയാണ് ഓരോ തരത്തിലുള്ള UI എലമെൻസുകളും ഓരോ സ്ഥലത്ത് യൂസ് ചെയ്തിരിക്കുന്നത്, എന്താണ് അതിൻ്റെ ടെക്നിക്കൽ നെയിം എന്നുള്ളത് വരെ നമുക്ക് പഠിക്കാനുള്ള ഒരു അവസരമാണ് ഇത്തരത്തിലുള്ള വെബ്സൈറ്റുകളും ഇത്തരത്തിലുള്ള ഡിസൈൻ സിസ്റ്റം സൈറ്റുകളും ഒക്കെ. ഓക്കെ, അപ്പോൾ ഈ ഒരു സൈറ്റ് തീർച്ചയായിട്ടും എല്ലാ ഡിസൈനേഴ്സും, അത് എക്സ്പീരിയൻസ് ആയവർക്കും വളരെ പ്രയോജനമാണ്. അതിലുപരി തുടക്കക്കാർക്ക് ഓരോ ഡിസൈനിലും ഉപയോഗിക്കുന്ന ഒരു ചെറിയ ഡിസൈൻ കോമ്പണൻ്റ് പോലും അതിൻ്റെ ഉപയോഗം പോലും അവരുടെ ഡിസൈനിനെ ഒരുപാട് അഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളത് മനസ്സിലാക്കുക. ഏതെങ്കിലും ഒരു ചെറിയ ഡിസൈനിൻ്റെ ഏതെങ്കിലും ഒരു ചെറിയ കോമ്പണൻസ് നമ്മൾ ചെയ്യുമ്പോൾ പോലും അതിനകത്ത് കൊടുത്തിരിക്കുന്ന ആ ഒരു സ്റ്റൈല്, അതിനുപയോഗിച്ചിരിക്കുന്നതിൻ്റെ ഒരു മെത്തേഡ് ഒക്കെ നമ്മൾ ഒരുപാട് പഠിക്കേണ്ടതുണ്ട്. ഫോർ എക്സാമ്പിൾ ഇവിടെ റൈറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ അവതാർ, നമ്മൾ സാധാരണഗതിയിൽ ഉപയോഗിക്കുന്ന എല്ലാവരും ജസ്റ്റ് ഒരു ഫോട്ടോ ഉപയോഗിക്കുന്നു, അതിലേക്കായിട്ട് ജസ്റ്റ് ഒരു ഫോട്ടോ കട്ട് ചെയ്ത് ഒരു സർക്കിൾ ഷേപ്പിലേക്ക് വെച്ച് കഴിഞ്ഞാൽ അവതാർ ആയെന്നുള്ളത് എല്ലാവർക്കും അറിയാമെങ്കിലും അതിൽ പോലും പല കമ്പനീസുകൾ എങ്ങനെയൊക്കെയാണ് ഇന്നോവേറ്റീവായിട്ട് തിങ്ക് ചെയ്യുന്നത്, പല ഡിസൈൻ സിസ്റ്റത്തിൽ എങ്ങനെയൊക്കെയാണ് അവർ പുതിയ ആശയങ്ങൾ കൊണ്ടുവരുന്നത് എന്ന് മനസ്സിലാക്കാൻ
നമുക്ക് പല പല ഡിസൈൻ സിസ്റ്റത്തിലേക്ക് ഇവിടെ നിന്നും ക്ലിക്ക് ചെയ്ത് പോയി കാണാം. അപ്പോൾ ഓരോ ഫേമസ് ആയിട്ടുള്ള ഡിസൈൻ സിസ്റ്റത്തിൽ അവതാർ യൂസ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്നുള്ള കുറച്ച് ഇൻസ്പിറേഷൻ നമുക്ക് കിട്ടും. അത് നമുക്ക് നമ്മുടെ പ്രോജക്റ്റുകൾക്കും അതിലേതെങ്കിലും മികച്ച ഒരു സ്റ്റൈലിനെ നമുക്കും ഇമിറ്റേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ അത്തരത്തിലുള്ളൊരു സ്റ്റാൻഡേർഡ് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്താനൊക്കെ സഹായിക്കും. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഡിസൈൻ നമ്മൾ ചെയ്യുമ്പോൾ യു ഐ ഡിസൈനിങ്ങിലെ ഓരോ കോമ്പണൻസിനും ഒരുപാട് പ്രാധാന്യം ഉണ്ട് എന്ന് മനസ്സിലാക്കുക. അത്തരത്തിലുള്ള ഡിസൈൻ സിസ്റ്റങ്ങൾ കണ്ടെത്തി ഓരോ കോമ്പണൻസുകളെയും നമ്മൾ കണ്ട് ഓരോരുത്തരും ഉപയോഗിക്കുന്ന ഡിസൈൻ കോമ്പണൻസിനെ മനസ്സിലാക്കി പഠിച്ച് അതിന് കൃത്യമായിട്ടുള്ള രീതിയിലുള്ള ഓരോ പ്ലേസ്മെൻറ്റും കൃത്യമായിട്ടുള്ള ഒരു ഡിസൈനും നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ ഡിസൈനും ഓട്ടോമാറ്റിക്കലി ഒരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് ലെവലിലേക്ക് പോകും. അപ്പോൾ നിങ്ങൾക്കും വലിയ ക്ലയൻസുകൾക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാനുള്ള അവസരങ്ങൾ കിട്ടുമ്പോൾ അവരുടെ ഡിസൈൻ സിസ്റ്റം കിട്ടുകയും അവരുടെ ഡിസൈൻ സിസ്റ്റം പോലെ നമുക്കും അതുപോലെയുള്ള നല്ല രീതിയിലുള്ള ഡിസൈൻസ് ക്വാളിറ്റിയിൽ ചെയ്യാനും ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ എന്തായാലും components.gallery ഇപ്പോൾ തന്നെ എല്ലാ ഡിസൈനേഴ്സും ബുക്ക് മാർക്ക് ചെയ്തോളൂ. ബുക്ക് മാർക്ക് ചെയ്താൽ മാത്രം പോരാ, ഓരോന്നും എടുത്ത് ഓരോ കോമ്പണൻസ് നോക്കി ഓരോന്നിൻ്റെ പേര് വരെ കൃത്യമായി പഠിച്ചു വെക്കാനും അത് കൃത്യമായിട്ട് മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് എടുത്ത് കണ്ട് മനസ്സിലായി ഇൻസ്പയർ ആയിട്ട് ചെയ്യാനും നിങ്ങളെ ഈ ഒരു വെബ്സൈറ്റ് ഒരുപാട് സഹായിക്കട്ടെ. ഓക്കെ, അപ്പോൾ ഡിസൈനേഴ്സ്, ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഡിസൈനേഴ്സ് ആയിട്ടുള്ള സുഹൃത്തുക്കൾ കൂടെ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഡിസൈനേഴ്സിന് ഹെൽപ്ഫുൾ ആവുന്ന മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ഗൈസ്.